സർ, എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട വർക്കല അംഗം വിലക്കയറ്റത്തെക്കുറിച്ച് ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞ കണക്കുകൾ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വിലക്കയറ്റം അദ്ദേഹവും അംഗീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. സാർ അങ്ങനെ പറയാതെ അങ്ങേക്ക് നാട്ടിൽ പോയി ആൾക്കാരെ അഭിമുഖീകരിക്കണ്ടേ, ജനങ്ങളെ അഭിമുഖീകരിക്കണ്ടേ? സാറ്, ഇവിടെ വിലക്കയറ്റമില്ല എന്ന് കരുതുന്ന ഒരേ ആളേ ഉള്ളൂ, അത് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മാത്രമാണ്. സാർ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ CPIയുടെ ജില്ലാ സമ്മേളനം മാതൃഭൂമി കെ രാജനൊഴികെ CPI മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. അതില് സിവിൽ സപ്ലൈസ് വകുപ്പിനെതിരെയായിരുന്നു കടുത്ത വിമർശനം. ഒരു കാലത്ത് CPIയുടെ അഭിമാനമായിരുന്ന വകുപ്പായിരുന്നു സിവിൽ സപ്ലൈസ്. ഇന്നത് അപമാനമായി മാറി. വെളിച്ചെണ്ണ വില ഇത്രയും ഉയർന്നിട്ടും ഒരു ഇടപെടലും ഇല്ല. കടല രാവിലെ അടുപ്പത്തിട്ട് പോയാൽ വൈകുന്നേരമായാലും വേവുകയില്ല എന്നുള്ള കളിയാക്കലും ഉണ്ടായി. സാറ് സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ചിട്ട് അത് റിജക്ട് ചെയ്യുന്നു. ക്വാളിറ്റി കൺട്രോളർ അത് റിജക്ട് ചെയ്താലും ഉന്നതങ്ങളുടെ ഇടപെടൽ മൂലം ആ സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്ന് സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുകയാണ്. സാറ്, ചിലപ്പോൾ ചെറുപയറിന് കടുകിനേക്കാൾ ചെറിയ ചെയ്യുന്നത്. സാറ്, ഒരു പത്രം മാത്രമല്ല സാർ, എല്ലാ പത്രങ്ങളിലും ഇതുണ്ട്. സാർ ഇവിടെ വിലക്കയറ്റം ഈ ഓണക്കാലത്ത് ഹാപ്പി ആണെന്ന് പറഞ്ഞു. സാർ, ഓണക്കാലം ഹാപ്പി ആണെന്ന് പറഞ്ഞു. സാർ, ഏത് ഓണക്കാലമാണ് സാർ ഹാപ്പി അല്ലാതിരിക്കുന്നത്? നമ്മൾ കാണം വിറ്റായാലും ഓണം ഉണ്ണണം എന്ന ആ തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് മലയാളികളുടെ അഭിമാനമായ ഓണം ആഘോഷിക്കാൻ നമ്മൾ എന്ത് വിറ്റായിരുന്നാലും ഓണം ആഘോഷിക്കും. അത് നിങ്ങളുടെ കാലത്ത് ഹാപ്പി എന്ന് പറയണ്ട. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു കണക്ക്, സപ്ലൈകോ ഓണക്കാലത്ത് 386 കോടി രൂപയുടെ വിൽപ്പന നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിമാനിക്കുകയാണ്. സാർ, ഈ സമയത്ത് ബിവറേജസ് കോർപ്പറേഷൻ 970 കോടി രൂപയുടെ മദ്യ വിൽപ്പനയാണ് സാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. സാർ, ആകെ സബ്സിഡി സാധനങ്ങൾ, അവിടെയാണല്ലോ സർക്കാരിന്റെ ഇടപെടല്, ആകെ സബ്സിഡി സാധനങ്ങൾ വിറ്റത് 180 കോടി രൂപയ്ക്കാണ്. സാർ, അങ്ങനെ വരുമ്പോൾ 56 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് മന്ത്രി തന്നെ പറയുകയാണ്. അപ്പൊ ഒരു കൺസ്യൂമർ വാങ്ങി എത്രയായിരിക്കും സാർ? 321 രൂപയുടെ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ഒരു കൺസ്യൂമറിന് കിട്ടിയിട്ടുള്ളത്. സാർ, അങ്ങനെ വരുമ്പോൾ സാർ, ഒരു കുടുംബം 2000 മുതൽ 5000 രൂപയുടെ വരെ നിത്യോപയോഗ സാധനങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 321 രൂപയുടെ സാധനം മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് കണക്കിലെടുക്കുമ്പോഴാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന്. സാർ, സർക്കാരിന്റെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ശ്രീ വിഷ്ണുനാഥ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സാർ, അതുപോലെ തന്നെ അദ്ദേഹം സപ്ലൈകോയുടെ കാര്യം പറഞ്ഞു. സാർ, ഇവിടെ ഹോർട്ടികോർപ്പ് പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥാപിച്ച ഹോർട്ടികോർപ്പ് ഇന്ന് പലതും അടച്ചുപൂട്ടുകയാണ്. മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ടൗൺ ഔട്ട്ലെറ്റ് പോലും ഇപ്പോൾ അടച്ചുപൂട്ടി. സാറേ, ഇന്നത്തെ ഹോർട്ടികോർപ്പിന്റെ പ്രൈസ് ലിസ്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്നത്തെ സാർ, ഇതില് ചാല മാർക്കറ്റിൽ അമരയ്ക്ക് 30 രൂപ, ഹോർട്ടികോർപ്പിൽ 38 രൂപ. സാറ്, മുളകിന് 70 രൂപ ചാല മാർക്കറ്റിൽ, നിങ്ങളുടെ കടയിൽ 110. തക്കാളി 25, നിങ്ങളുടെ കടയിൽ 33. വെള്ളരി 15, നിങ്ങളുടെ കടയിൽ 24. നിങ്ങളുടെ കടയിൽ നമ്മുടെ സാറ് 70 രൂപയുള്ള ക്യാരറ്റ് 78 രൂപയ്ക്കാണ് സർക്കാർ വിൽക്കുന്നത്. സാർ, 80 രൂപയുടെ മാങ്ങ 92 രൂപയ്ക്കാണ് സർക്കാർ വിൽക്കുന്നത്. സാർ, കോളിഫ്ലവർ 40 രൂപയ്ക്കുള്ളത് സർക്കാർ വിൽക്കുന്നത് 60 രൂപയ്ക്കാണ്. ചെറുനാരങ്ങ 70, 92 രൂപയ്ക്ക് വിൽക്കുന്നു. സാർ, എങ്ങനെയാണ് സാർ സർക്കാരിന്റെ സ്ഥാപനം ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കൂട്ടി വിറ്റാൽ എങ്ങനെയാണ് സാർ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുക? ഇവിടെ ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഞങ്ങളുടെ കാലത്ത് 3000 സബ്സിഡി കൊടുത്തു, 4000 കൊടുത്തു. പക്ഷെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ഈ കണക്കുകൾ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇവിടെ
കഴിഞ്ഞ ഓണക്കാലത്ത് 169 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിറ്റിരുന്ന സപ്ലൈകോ ഇപ്പം 339 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സപ്ലൈകോയുടെ സാധനങ്ങൾ എല്ലായിടത്തും സുലഭമാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയുടെ മണ്ഡലത്തിൽ സപ്ലൈകോയുടെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ ഒരു തരി പച്ചരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പച്ചരി ഇല്ല. മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഈ പച്ചരി കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. സാറ്, 1 കിലോ തേങ്ങയ്ക്ക് 6 മാസം മുമ്പ് 40 രൂപയായിരുന്നു, ഇപ്പൊ 74 രൂപയായി. വെളിച്ചെണ്ണയുടെ വില ഞാൻ പറയുന്നില്ല. സാറ്, ഹോട്ടലുകളിൽ കയറിയാൽ, സാർ, മുൻകാലങ്ങളിൽ ഒരു തട്ടുകടയിൽ പോയി 10 രൂപ കൊടുത്താൽ ഒരു വടയും ചായയും കഴിച്ചാൽ 2 രൂപ ബാക്കി തരും, നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്. ഇപ്പൊ 20 രൂപ കൊടുത്താൽ 5 രൂപ കടം പറയണം. ആ സ്ഥിതിയാണ് സാർ ഇന്ന് ഈ കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്. സാർ സാർ കേരളത്തിൽ സാർ ഹോട്ടലുകളിലെ സാമ്പാറിൽ നോക്കിയാൽ മുരിങ്ങയ്ക്കയോ കഷ്ണങ്ങളോ കിട്ടാൻ വലിയ പാടാണ് സാർ. തപ്പി നോക്കിയാൽ പോലും കിട്ടാൻ ഇത്രയും വിലപിടിപ്പുള്ള വിലക്കയറ്റം ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇത്രയധികം കുതിച്ചുയർന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാർ അത് വാങ്ങാൻ കഴിയുക? സാർ, കാലിത്തീറ്റകൾക്ക് വില വർദ്ധിച്ചു. നിർമ്മാണ ഉപകരണങ്ങൾക്ക്, നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾക്ക് വലിയ തോതിൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. സാർ, 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വില നിലവാരവും ഇന്നത്തെ വില നിലവാരവും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് വിപണി ഇടപെടൽ സർക്കാർ വളരെ പരാജയമാണ്. ഇവിടെ പലപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ചാല മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങി ഹോർട്ടികോർപ്പിലൂടെ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സാർ, ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഇന്ന് സപ്ലൈകോയിലൂടെ വിൽക്കുകയാണ്. ആ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ റിജക്ട് ചെയ്യപ്പെട്ടാൽ പോലും ആ സാധനങ്ങൾ എടുക്കണമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്വാധീനം ചെലുത്തുന്നതായിട്ട് വളരെ ഗുരുതരമായ ആരോപണം ഇന്ന് ഈ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെ നിലനിൽക്കുകയാണ്. സാർ, 1 കിലോ മുളക് പുറത്തു നിന്ന് വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ ഇവിടെ 1 കിലോ വാങ്ങിയാൽ പോലും അത് മതിയാവുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതാണ് സാറ്. ഇന്ന് സാധനങ്ങൾക്ക് സാർ മുളകിന്റെ വിലക്ക് മുളകിനേക്കാൾ എരിവാണ് അതിന്റെ വില. ഉള്ളിയുടെ വില കേട്ടാൽ സാർ ഉള്ളിക്ക് ഈ